ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ LP UP പരീക്ഷകളൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് HSA പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് എന്നുള്ളത്, HST ഇംഗ്ലീഷ്. അപ്പോൾ നമുക്കറിയാം 2022 ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ മുൻപുള്ള പരീക്ഷ കഴിഞ്ഞു. അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ ഓൾറെഡി നിലവിലുണ്ട്, വിവിധ ജില്ലകളിലായിട്ട് നിലവിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അതിനുശേഷം യോഗ്യത നേടിയ ആളുകളുണ്ടാവും, B.Ed കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ടാവും, KTET 3 ഒക്കെ നേടിയ ആളുകളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് കഴിഞ്ഞ പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി അത്തരം യോഗ്യത നേടിയ ആളുകൾക്കും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഈ പരീക്ഷയ്ക്ക് യോഗ്യത നേടാൻ സാധിക്കാതെ പോയ ആളുകൾക്കും പരിശ്രമിക്കാവുന്ന, ഇപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് HST ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലോങ് ടേം പ്ലാനോടുകൂടി, എന്താണെങ്കിലും പരീക്ഷ 1-2 വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ലോങ് ടേം പ്ലാനോടുകൂടി നിങ്ങൾക്ക് സമീപിക്കാനായിട്ട് സാധിക്കും. അടുത്ത വർഷം ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ വന്നേക്കാം, അടുത്ത വർഷം എൻഡോടുകൂടിയോ ചിലപ്പോൾ അതിൻ്റെ അടുത്ത വർഷമോ ആയിരിക്കും പരീക്ഷ നടക്കുക. അപ്പോൾ ഒരു ലോങ് ടൈം പ്ലാനോടുകൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് HST ഇംഗ്ലീഷ് എന്നുള്ളത്. ഇതിൻ്റെ വിശദമായ സിലബസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉൾപ്പെടെ അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച്, ഇതിൻ്റെ സിലബസ് എന്താകും, അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ എന്നാണ് പരീക്ഷ നടന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ തവണത്തെ എന്തായിരുന്നു എന്നുള്ളതൊക്കെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ പറയട്ടെ, I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലോങ് ടൈം ആയിട്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ, ഏറ്റവും മികച്ച, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ എടുക്കുന്ന ക്ലാസ്സുകൾ തന്നെയാണ്. നിങ്ങൾക്ക് മികച്ച ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ കോഴ്സിലുണ്ടാവും. കോഴ്സിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണ ഇത് HSA ഇംഗ്ലീഷ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ അത് HST എന്നുള്ളതാണ് ഈ തസ്തികയുടെ പേര്. അപ്പോൾ കഴിഞ്ഞ തവണ 2021 ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അത് കഴിഞ്ഞിട്ട് 2022 ഈ പരീക്ഷ നടന്നത്. 2022 പരീക്ഷ നടന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് നിയമനം. നമുക്കറിയാം ഹൈസ്കൂളുകളിലേക്ക്, സംസ്ഥാനത്തെ സർക്കാർ ഹൈസ്കൂളുകളിലേക്കാണ് ഈ ഒരു നിയമനം വരുന്നത്. നെയിം ഓഫ് ദ പോസ്റ്റ് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ്, അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണയും ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് അങ്ങനെ തന്നെയായിരുന്നു അതിൻ്റെ പോസ്റ്റിൻ്റെ പേര്. ജില്ലാതല നിയമനമാണെന്ന് മനസ്സിലാക്കുക. ജില്ലാതല, ഡിസ്ട്രിക്ട് വൈസ് അപ്പോയിൻമെന്റ് ജില്ലാതല നിയമനമായിരുന്നു. ഓരോ ജില്ലയ്ക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റും അഡ്വൈസുകളും ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിലവിൽ പല ജില്ലകളിലും അഡ്വൈസുകളൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. നമുക്ക് PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് അത്തരം ഡേറ്റകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സ്കെയിൽ ഓഫ് പേ 29,200 മുതൽ 62,400 വരെ ആയിരുന്നു. ഇത് ചേഞ്ച് ചെയ്യാം. പുതിയ നോട്ടിഫിക്കേഷനിൽ ഇത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടും. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെ ആയിരുന്നു. അതായത് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ നോട്ടിഫിക്കേഷനിലുണ്ട്. 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഇംഗ്ലീഷിലുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ ഉള്ള ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മാത്രം പോരാ, എന്ത് വേണം, B.Ed ഉണ്ടാവണം വിത്ത് ഇംഗ്ലീഷ് ആസ് ഓപ്ഷണൽ സബ്ജക്ട് കൺഫേൺഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് കേരള. സംസ്ഥാനത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുടെ റെക്കഗ്നീഷനുള്ള B.Ed ഉണ്ടാവണം. ഇംഗ്ലീഷ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത്. ദെൻ മൂന്നാമതുള്ള എലിജിബിലിറ്റിയാണ് KTET പാസ്സാവണം. KTETന്റെ ഏതാണ് പാസ്സാവേണ്ടത്? HST ഒക്കെ സംബന്ധിച്ച് KTET 3 ആണ് നിങ്ങൾ പാസ്സാവേണ്ട യോഗ്യത. KTET 3 ആണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നിങ്ങളുടെ യോഗ്യത. ഒന്നുകിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ, ഡിഗ്രി ഉണ്ടായിരിക്കണം, അത് കഴിഞ്ഞിട്ട് B.Ed ഉണ്ടായിരിക്കണം, KTET 3 യോഗ്യതയുള്ള ആളുകളും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ B.Edനൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഇത് വലിയൊരു ചാൻസ് ആണ്. കാരണം ഈ പരീക്ഷ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ KTET ഒക്കെ പാസ്സായി കൃത്യമായിട്ട് യോഗ്യതകളൊക്കെ നേടിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴത്തേക്കും നിങ്ങളുടെ B.Ed ഒക്കെ അവസാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യുകയും പരീക്ഷ എഴുതുകയും സർവീസിൽ കയറാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യരുത് പഠിക്കാനായിട്ട്. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ നമുക്ക് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിജീവിക്കണം എന്ത് ചെയ്യണം? നേരത്തെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പഠനം അവസാനിപ്പിക്കരുത്. ഇപ്പോൾ LP UP ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും പരീക്ഷ കഴിയുന്നതോടുകൂടി അത് നിർത്തുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു ഫുൾ ഫ്ലോയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സർക്കാർ ജോലി കിട്ടിയ ശേഷം മാത്രം അത് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട
കഴിഞ്ഞ തവണത്തെ സിലബസ് എന്തായിരുന്നുള്ളതാണ്. ഇത്തവണയും ഈ സിലബസിന്, ഈ പുതിയ പരീക്ഷയ്ക്കും സിലബസിന് ഈ സിലബസ് മാറാനുള്ള സാധ്യതയില്ല. PSCയുടെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അവൈലബിൾ ഉള്ള പരീക്ഷകൾക്ക് അടുത്ത തവണയും അത് തന്നെയായിരിക്കും അവർ ഇടുക. അപ്പോൾ 2 പാർട്ടായിട്ടാണ്, പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. പാർട്ട് എയിൽ ജനറൽ പാർട്ടാണ്. പാർട്ട് A എന്നുള്ളത് എല്ലാ HSA പരീക്ഷകൾക്കും വരുന്ന ജനറൽ പാർട്ടാണ്. എന്തൊക്കെയാണ്? റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് വരും, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വരും, ദെൻ ടീച്ചിങ് മെത്തഡോളജി. ഇത് 3 പാർട്ട് എയിലെ നമ്മുടെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. പാർട്ട് B ആണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കേണ്ട നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പാർട്ട് B ആണ്. അതിൽ 8 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട് പാർട്ട് ബിയിലെ സിലബസിനെ. മൊഡ്യൂൾ 1 പൊയട്രി, ഡ്രാമ, പ്രോസ് ആൻഡ് ഫിക്ഷൻ, ലിറ്റററി ക്രിറ്റിസിസം, ടേംസ്, അതാണ് 4ാമത്തെ മൊഡ്യൂൾ. 5ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്. മൊഡ്യൂൾ 6 മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്, മൊഡ്യൂൾ 7 ബേസിക് ഗ്രാമർ, മൊഡ്യൂൾ 8 ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പാർട്ട് ബിയിലെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള അനാലിസിസും എങ്ങനെ ഈ സബ്ജക്റ്റുകൾ പഠിക്കണം, ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ വരും ദിവസങ്ങളിലായിട്ട് അപ്ഡേറ്റഡ് ആകും. അപ്പോൾ അതും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ ലിങ്ക് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ട്രയൽ ക്ലാസ്സുകൾ കണ്ടു നോക്കാം. ആ കോൺടാക്ട് നമ്പറുകളിൽ വിളിക്കാം. വളരെ ചെറിയ ഫീസിൽ ഈ ഏർലി ബേർഡ് ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും വൈകണ്ട, പഠിച്ചു തുടങ്ങുക. നല്ലൊരു സർക്കാർ ജോലി, അതും അധ്യാപക തസ്തികയിലേക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ യാത്ര ആരംഭിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.